വെച്ചിട്ടേ ഉള്ളൂന്ന് പറയണ്ടാണോ? പക്ഷേ അത് 2-3 വട്ടം വിളിക്കുന്ന അറിയണ്ട്. നിന്നെ ഭയങ്കര വിശ്വാസാടാ, അതുകൊണ്ട് വിളിക്കണതാ. എത്ര തല്ലുകൂടിയാലും അങ്ങനെ തന്നെ. നല്ല സ്നേഹമുള്ളതുകൊണ്ടാടാ. സ്നേഹമുള്ളിടത്തെ അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അവള് നിന്നെ അല്ലാണ്ട് ആരെ വിളിക്കും? ചക്ക ചക്ക വറുത്തത് ഓരോന്ന് എടുത്തോ, നേരം പോക്കിന് കേട്ടോ. ഓരോന്ന് എടുത്തിട്ട് പോയിക്കോ. വരുന്നവര് ഓരോന്ന് എടുത്തോ, തീർക്കണ്ട, എല്ലാവർക്കും കൊടുക്കേ. 7 പേരൊക്കെ കാണുന്നുണ്ട്. ആരും കമന്റ് ഒന്നും ഇടണില്ല. സിനിമേന്റെ സൗണ്ട് കഴിക്കാം വരുന്നവർക്ക്. തിരക്കുണ്ടായിട്ടല്ല, പിന്നെ എന്നെ പറ്റിച്ച ആളുടെ മകന് മെസ്സേജ് അയച്ചിരുന്നു. തിരിച്ചു മറുപടി വന്ന കാരണം പോയതാ. കുഴപ്പമില്ല ബിനോയ് ചേട്ടാ, ഞാൻ ഇത് ചുമ്മാ ഇട്ടതല്ലേ. ആരേലും ഉണ്ടേല് കയറട്ടെ, ഇല്ലേല് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചു നേരം കട്ടാക്കി, ഇവര് സിനിമ കഴിയുമ്പോൾ ഞാൻ ഇത് കട്ടാക്കി വെക്കും. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളെ സമയമൊന്നുമല്ലല്ലോ ഇത്. നമ്മളെ സമയത്ത് ഇട്ടതൊന്നല്ലല്ലോ. അന്നേരം കുഴപ്പമൊന്നുമില്ല. അമ്മയൊക്കെ കിടന്നോ ബിനോയ് ചേട്ടാ? അത് സീരിയൽ കാണുകയാണോ? കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു അവൻ. ആണോ? കുറെ ക്യാഷ് തരാനുണ്ടോ ബിനോയ് ചേട്ടാ? എൻ്റെ വീട്ടിൽ സീരിയൽ വെക്കില്ല എന്ന് പറയുന്നത്. ആണോ? അവിടെ സീരിയൽ അലർജിയാ? $1,00,000. എൻ്റെ ദൈവമേ, ഇത്രയും പൈസ തരാനുണ്ടോ? എൻ്റെ ദൈവേ, നിങ്ങളല്ലാണ്ട് ഇങ്ങനത്തെ ഇത്രയും പൈസയൊക്കെ കൊടുക്കുമോ ബിനോയ് ചേട്ടാ? നല്ല കഥ. അലർജി തന്നെ. അതാ കവർ തന്നെ ഉണ്ട്. അതാ പൊന്നൂസ, ബക്കറ്റിന്റെ മുകളിൽ ചാമാട്ടം നോടുന്ന ആ കടീന്റെ കവർ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കുഞ്ഞാ കൊണ്ടച്ച. ഞാൻ എന്തോ പണിയായിരുന്നില്ലേ പുറത്ത്. അവള് കണ്ടിട്ടുണ്ടാവില്ല. ഞാനവിടെ എന്തോ പണിയതുണ്ട് അവളുടെ തോത്ത്. ചാവാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാന്ന് അറിയുന്നുണ്ട്. എന്നാ നന്നായി. ഇപ്പോ 1,00,000 ആർക്കേലും വായ്പ കൊടുക്കും ഇന്നത്തെ കാലത്ത്? ഒരു 10,000-15,000 ഒക്കെ കൊടുക്കും. അതുപോലും ഇന്നത്തെ കാലത്ത് ആർക്കും കൊടുക്കില്ല. ആർക്കും വിശ്വാസമില്ല ആരെയും. അന്നേരം നിങ്ങൾ 1,00,000 കൊടുത്തത് നല്ല കഥയായി.